Dear students, all of you are welcome to the class on perquisites taxable in case of all employees. കഴിഞ്ഞ ക്ലാസ്സിൽ perquisites taxable in case of all employees ഈ ഭാഗത്ത് 1 മുതൽ 5 വരെയുള്ള perquisites നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ വിഭാഗത്തിൽ വരുന്ന 6 മുതൽ 9 വരെ വരുന്ന taxable perquisites ഏതൊക്കെയാണെന്നും അതിൻ്റെ വാല്യുവേഷനുമാണ് പഠിക്കുന്നത്. അവ ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ, ഹോളിഡേ എൻജോയ്മെൻറ്റ്, ഫ്രീ ഫുഡ്, ഗിഫ്റ്റ് എന്നീ 4 ടാക്സബിൾ പെർക്വിസിറ്റിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. അതിൽ ആദ്യത്തേത് വാല്യുവേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ. എംപ്ലോയർ എംപ്ലോയിക്ക് ലോൺ അനുവദിക്കുന്ന സമയത്ത് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ലോൺ അനുവദിക്കുന്ന സമയത്ത് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ബെനിഫിറ്റാണ്. ആ ബെനിഫിറ്റിൻ്റെ ടാക്സബിൾ വാല്യൂ എത്രയാണ് എന്നാണ് ഈ ഭാഗത്ത് നാം പഠിക്കുന്നത്. 3 പ്രധാന പോയിന്റുകളിലായിട്ട് ആ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാം. Number 1, if the amount of loan during the previous year does not exceed ₹20,000, പ്രീവിയസ് ഇയറിൽ എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുത്തിരിക്കുന്ന ലോൺ എമൗണ്ട് 20,000-ൽ കൂടുതലാകുന്നില്ല എങ്കിൽ ടാക്സബിൾ വാല്യൂ ഓഫ് ദി പെർക്വിസിറ്റ് ഈസ് നിൽ. ടാക്സബിൾ വാല്യൂ എത്രയാണ്? പെർക്വിസിറ്റ് വാല്യൂ ടാക്സബിൾ എത്രയാണ്? നില്ലായിട്ട് എടുക്കണം, 0 ആണ്. അതേപോലെ തന്നെ ഇഫ് ദി ലോൺസ് ആർ ഗിവൺ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് സച്ച് ആസ് ക്യാൻസർ, ട്യൂബർകുലോസിസ്, AIDS, etc. Here also taxable value of the perquisite is taken as nil. ഇവിടെ ലോൺ എമൗണ്ട് 20,000-ൽ കൂടുതലായാലും കുഴപ്പമില്ല. പിന്നെ എന്താണ് പ്രധാനം? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി പ്രിസ്ക്രൈബ്ഡ് ഡിസീസസിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണോ ലോണ് കൊടുത്തിരിക്കുന്നത്? അത് 20,000-ൽ കൂടുതലാണെങ്കിലും എന്താണ് പെർക്വിസിറ്റിൻ്റെ ടാക്സബിൾ വാല്യൂ നില്ലായിട്ട് എടുക്കണം, 0 ആണ്. മൂന്നാമതാണ് ഏറ്റവും പ്രധാനം. ഇഫ് ലോൺ ഈസ് ഗിവൺ ഫോർ എനി അതർ പർപ്പസസ്, ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്ക് ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് computed at the rate charged by SBI as on the first day of the previous year on the outstanding balance as on the last day of each month minus the amount of interest recovered from the employee if any. This is the method. എന്താണ് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തത്? ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോണിൻ്റെ ടാക്സബിൾ വാല്യൂ കാണേണ്ടത് എപ്രകാരമാണ്? ലോണ് അനുവദിച്ചിരിക്കുന്ന ആ പ്രീവിയസ് ഇയറിൻ്റെ ഫസ്റ്റ് ഡേയിൽ, അതായത് ഏപ്രിൽ 1-ാം തീയതി, ലോണിന് മീതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്രയാണോ ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് ആ ഇൻട്രസ്റ്റ് റേറ്റാണ് എടുക്കേണ്ടത്. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? Interest must be computed on the amount of loan outstanding balance as on the last day of each month. ഓരോ മാസത്തിൻ്റെയോ അവസാനം ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണോ വരുന്നത് അതിന് മീതെ വേണം SBI ചാർജ് ചെയ്യുന്ന ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ഈടാക്കാൻ. ഓക്കെ, അതിൽ നിന്ന് വല്ല എമൗണ്ടും എംപ്ലോയർ എംപ്ലോയിയിൽ നിന്ന് ഇൻട്രസ്റ്റിനത്തിൽ ഈടാക്കുന്നുണ്ടെങ്കിൽ സച്ച് എമൗണ്ട് മസ്റ്റ് ബി ഡിഡക്റ്റഡ്. ബാലൻസ് ഈസ് ടേക്കൺ ആസ് ദി ടാക്സബിൾ വാല്യൂ ഓഫ് ദി പെർക്വിസിറ്റ്. ഓക്കെ, ക്ലിയർ? ഇനി നമുക്കത് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. മിസ്റ്റർ ജയറാം borrowed ₹1 lakh on 1st May 2019 from his employer to purchase a car. കാറ് വാങ്ങിക്കാനാണ് ലോൺ എടുത്തിരിക്കുന്നത്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനല്ല. ലോൺ എമൗണ്ട് 20,000 എക്സീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഇതിനു മീതെ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൺസെഷണൽ റേറ്റിലാണ് കൊടുക്കുന്നത് എങ്കിൽ
നമുക്ക് എന്തായാലും ടാക്സിബിൾ വാല്യൂ കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ. ഓക്കെ, ടാക്സിബിൾ വാല്യൂ വരും. He started repayment on loan with effect from 1st June 2019 at the rate of ₹1,000 per month. ഒരു മാസം, കൃത്യമായി ഒരു മാസം കഴിയുന്ന സമയത്ത് ആ ഡേറ്റ് മുതൽ ഓരോ മാസവും 1000 രൂപ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 1000 രൂപ ലോണ് തിരിച്ചടവ് നടത്തുന്നുണ്ട്. Determine the taxable value of perquisite in the following circumstances for the assessment year 2020-21, assuming that the rate of interest on car loan charged by the SBI is 10% per annum. അപ്പോൾ SBI ഓരോ ഈ കാർ ലോണിന് മീതെ ഒരു വർഷം 10% ആണ് ഇൻട്രസ്റ്റ് ഈടാക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കേസിൽ ദി എംപ്ലോയർ ഡസ് നോട്ട് ചാർജ് എനി ഇൻട്രസ്റ്റ്. എംപ്ലോയർ ഒരു ഇൻട്രസ്റ്റും ചാർജ് ചെയ്യുന്നില്ല എങ്കിൽ ടാക്സിബിൾ വാല്യൂ എത്ര വരിക? അതായത് ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്. രണ്ടാമത് the employer charges interest at the rate of 5% per annum on the monthly balance on the last day of each month. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് 5% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്നീ രണ്ട് കേസുകളിലായിട്ട് ടാക്സിബിൾ വാല്യൂ ഓഫ് ദി പെർക്വിസിറ്റ് ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, 1/5/2019 ലോണ് കൊടുത്തിരിക്കുന്നത്. 1/6/2019 മുതൽ 1000 രൂപ തിരിച്ചടയ്ക്കുന്നു. അതായത് 1/5/2019 മുതൽ 31/5/2019 വരെ 1,00,000 രൂപയ്ക്ക് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ശരിയല്ലേ? നോക്കൂ, 31/5/2019 ആകുമ്പോൾ ഒരു മാസം, കൃത്യമായും ഒരു മാസക്കാലം 1,00,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 10% തോത് ഒരു മാസത്തേക്ക് 833. തുടർന്ന് അടുത്ത മാസം 30/6/2019 അത് എത്രയായി? ലോൺ എമൗണ്ട് 99,000 കുറഞ്ഞിട്ടുണ്ടാവും. ആ 99,000 10% തോതിൽ ഒരു മാസത്തേക്ക് 825. ഈ ഒരു മാസത്തേക്ക് കാണുന്നത് എന്തുകൊണ്ടാണ്? അടുത്ത മാസം ആകുമ്പോഴേക്കും ഈ 98 ഉണ്ടാവില്ല, 99,000 ഉണ്ടാവില്ല, 98 ആയിട്ടുണ്ടാവും. ആ 98-നാണ് ഒരു മാസത്തേക്ക്. പിന്നെ 97, 96, അങ്ങനെ അവസാനം 31/3/2020 ആകുമ്പോൾ 90,000 ആയിട്ടുണ്ടാവും. 90,000 10% തോതിൽ ഒരു മാസത്തേക്ക് 750. അപ്പോൾ മൊത്തം ഒരു വർഷത്തേക്ക് വരുന്ന ഇൻട്രസ്റ്റ് SBI ചാർജ് ചെയ്യുന്ന 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തോതിൽ ഒരു വർഷത്തേക്ക് ഈ 1,00,000 ലോൺ എടുത്തത് കൊണ്ട് 1000 രൂപ മാസം തിരിച്ചടവ് നടത്തി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക 8,708 ആണ്. ഓക്കെ, അപ്പോൾ ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ലോണിൻ്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് 8,708 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇവിടെ ഓരോ മാസവും അവസാന ദിവസം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബാലൻസ് ഇതായി ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. എല്ലാ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസിന് മീതെയും 10% തോതിൽ ഒരു മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഈ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെന്നില്ല. നമുക്ക് എളുപ്പമാർഗത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണിത്? ഈ എമൗണ്ട് എല്ലാം, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് എല്ലാം ടോട്ടൽ ചെയ്യുന്നു. ആ ടോട്ടൽ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിന് മീതെ 10% തോതിൽ ഒരു മാസത്തേക്ക് കണ്ടു കഴിഞ്ഞാലും 8,708 തന്നെയാണ് കിട്ടുക. അതെങ്ങനെയാണെന്ന് നോക്കുന്നു. 1,99,98 ഇതെല്ലാം ടോട്ടൽ ചെയ്ത് 10,45,000 വരും. ഈ 10,45,000 മീതെ 10% തോതിൽ 1 മന്തിലേക്ക് 8,708 തന്നെയാണ് വരിക. ഓക്കെ, ഈ രീതിയിലും അത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ദിസ് ഈസ് ദി ടാക്സബിൾ വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. ഇനി രണ്ടാമത്തെ കേസിൽ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ കേസിൽ പറയുന്നത് 5% എംപ്ലോയർ ഇൻട്രസ്റ്റ് 5% തോതിൽ എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% 5% എംപ്ലോയർ ഈടാക്കുന്നുണ്ടെങ്കിൽ പകുതി കൺസെഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്ര 8,708 പകുതി 4,384, ബാക്കി വരുന്ന 4,384 ടാക്സിബിൾ വാല്യൂ ഓഫ് കൺസെഷണൽ ഇൻട്രസ്റ്റ് ലോൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് നമുക്ക് അടുത്ത 7ാമത്തെ പെർക്വിസിറ്റ്
അതിൻ്റെ വാല്യുവേഷനിലേക്ക് പോകാം. ഏതാണ് ഏഴാമത്തത്? ഹോളിഡേ എൻജോയ്മെൻ്റ് ആണ്. ഹോളിഡേ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എംപ്ലോയിക്ക് ചില ലീവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹോളിഡേ എൻജോയ് ചെയ്യാൻ വേണ്ടി പെർമിഷൻ നൽകുകയാണ്. അങ്ങനെ ഹോളിഡേ എൻജോയ്മെൻ്റ് അനുവദിക്കുന്ന സമയത്ത് അത് എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർക്വിസിറ്റ്, ബെനിഫിറ്റ്. ആ ബെനിഫിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ആ വാല്യൂ എന്ന് പറയുന്നതിൽ ഉൾക്കൊള്ളുന്നത് ടാക്സബിൾ വാല്യൂ ഓഫ് holiday enjoyment refers to the value of traveling, touring, accommodation or any other expenses paid or reimbursed by the employer for any holiday availed by the employee or any member of his household. Employee-ko employer-ടെ member of household-നും എന്ത് ചെയ്യാം? ലീവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹോളിഡേ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി ലഭ്യമാകുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിങ്ങിനും ടൂറിങ്ങിനും അക്കോമഡേഷനും മറ്റ് എക്സ്പെൻസസിനും എംപ്ലോയർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസാണ്. അല്ലെങ്കിൽ എംപ്ലോയിക്ക് റീഇംബേഴ്സ് ചെയ്യുന്ന ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസാണ് അതിൻ്റെ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? വല്ല എമൗണ്ടും ഈ ഇനത്തിൽ എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ സച്ച് എമൗണ്ട് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ്. ബാലൻസ് എമൗണ്ട് ആയിരിക്കും അതിൻ്റെ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, ഇനി എങ്ങനെയാണ് ആ വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ ടാക്സബിലിറ്റിയായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ടാക്സബിലിറ്റി വരുന്നത്? ഒന്ന്, where holiday enjoyment facility is maintained by the employer and it is made available to all employees uniformly, the value of perk shall be nil. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്താണ് ഈ ഹോളിഡേ എൻജോയ്മെൻറ്റിനുള്ള ഈ ഫെസിലിറ്റി ഒക്കെ എവിടെയാണോ നമ്മുടെ ഹോളിഡേ എൻജോയ്മെൻറ്റിന് ഒരു പാർക്കിൽ പോകുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹോളിഡേ എൻജോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് സൗകര്യങ്ങളെല്ലാം തന്നെ എംപ്ലോയറാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ടു ദി എംപ്ലോയീസ് യൂണിഫോംലി. എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ ആ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു എംപ്ലോയർ തൻ്റെ എംപ്ലോയീസിന് എല്ലാവർക്കും ഒരേപോലെ ഒരു ഹോളിഡേ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഹോളിഡേ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി ഈസ് മെയിൻറ്റൈൻഡ് ബൈ ദി എംപ്ലോയർ. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ വാല്യൂ നില്ലാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം എംപ്ലോയീസിനല്ല ഈ ഫെസിലിറ്റി കൊടുക്കുന്നത്. തൻ്റെ സ്ഥാപനത്തിലുള്ള എല്ലാ എംപ്ലോയീസിനും ഈ ഹോളിഡേ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഹോളിഡേ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ടല്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എംപ്ലോയർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ വാല്യൂ നില്ലാണ്. ഇനി നോക്കൂ, വേർ ഹോളിഡേ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദി എംപ്ലോയർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ടു ഓൾ എംപ്ലോയീസ് യൂണിഫോംലി, the value of the benefit shall be the value at which such facility are offered by the other agencies to the public. അപ്പോൾ ഇവിടെ ഹോളിഡേ എൻജോയ്മെൻറ്റ് ഫെസിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എംപ്ലോയർ ആണ്. പക്ഷേ ആ ഫെസിലിറ്റി എല്ലാ എംപ്ലോയീസിനും ഒരേപോലെ നൽകുന്നില്ല. അങ്ങനെ ആവുന്ന സമയത്താണ് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അത് ടാക്സബിൾ എമൗണ്ട് ആയിരിക്കും. ആ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു ഫെസിലിറ്റി മറ്റൊരു ഏജൻസി പബ്ലിക്കിന് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ വാല്യൂ ഈടാക്കുന്നത് അതേ രീതിയിൽ വാല്യൂ കണക്കാക്കി ആ എമൗണ്ടാണ് ടാക്സബിൾ ആയിട്ട് പരിഗണിക്കുക. ഇവിടെ വല്ല എമൗണ്ടും എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ വാല്യുവേഷൻ ഓഫ് ഹോളിഡേ എൻജോയ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 8th one, വാല്യുവേഷൻ ഓഫ് ഫ്രീ ഫുഡ്. ഫ്രീ ഫുഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടാക്സ് ഫ്രീ പെർക്വിസിറ്റിനകത്ത് ചില കാര്യങ്ങൾ എന്താ? ടീ ആൻഡ് സ്നാക്സ് പ്രൊവൈഡഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്, അത് ടാക്സ് ഫ്രീ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനിവിടെ. ടീ ആൻഡ് സ്നാക്സ് പ്രൊവൈഡഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ്, taxable value nil.
ഫ്രീ ഫുഡ്, അതായത് ടീ സ്നാക്സ് അല്ലാതെ ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബീവറേജസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് ഇൻ റിമോട്ട് ഏരിയ. ടീ ആൻഡ് സ്നാക്സ് അല്ലാതെ ഉള്ള ലഞ്ച് അങ്ങനെയുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. നോൺ ആൽക്കഹോളിക് ബീവറേജസ് ഓക്കെ ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് ഇൻ എ റിമോട്ട് ഏരിയ. റിമോട്ട് ഏരിയയിലാണ് ഫ്രീ ഫുഡ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. ടീയും സ്നാക്സും നേരത്തെ പറഞ്ഞു ഫ്രീ ആണ്, അത് ടാക്സബിൾ വാല്യൂ നില്ലാണ്. ഇനി ഈ ടീ ആൻഡ് സ്നാക്സ് അല്ലാത്ത മറ്റ് ഫുഡ് ഫ്രീ ആയിട്ട് ലഞ്ചൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നോൺ ആൽക്കഹോളിക് ബീവറേജസ് പ്രൊവൈഡ് ചെയ്യുന്നു വർക്കിംഗ് അവേഴ്സിൽ തന്നെ. പക്ഷെ അത് റിമോട്ട് ഏരിയയിലാണെങ്കിൽ അതിൻ്റെ ടാക്സബിൾ വാല്യൂ നില്ലാണ്. അപ്പോൾ ടീ ആൻഡ് സ്നാക്സ് പ്രൊവൈഡ് ചെയ്താൽ, വർക്കിംഗ് അവേഴ്സിൽ പ്രൊവൈഡ് ചെയ്താൽ എവിടെയായി കഴിഞ്ഞാലും നില്ലാണ് ടാക്സബിൾ വാല്യൂ. എന്നാൽ ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജസ് അതർ ദാൻ ടീ ആൻഡ് സ്നാക്സ് ഓക്കെ അതും വർക്കിംഗ് അവേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അത് റിമോട്ട് ഏരിയയിൽ അതിൻ്റെ ടാക്സബിൾ വാല്യൂ നില്ലാണ്. നേരത്തെ പറഞ്ഞതോ ടീ ആൻഡ് സ്നാക്സ് റിമോട്ട് ഏരിയ ആയാലും അല്ലെങ്കിലും നില്ലായിരുന്നു. ഇനി മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഫ്രീ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബീവറേജസ് പ്രൊവൈഡഡ് ഡ്യൂറിങ് വർക്കിംഗ് അവേഴ്സ് അറ്റ് ദി ഓഫീസ് or business premises or through paid vouchers, the taxable value is computed as follows. എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞല്ലോ ഫ്രീ ഫുഡും നോൺ ആൽക്കഹോളിക് ബിവറേജസും റിമോട്ട് ഏരിയയിൽ വർക്കിംഗ് അവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ വാല്യൂ നില്ലാണ്. അപ്പോൾ റിമോട്ട് അല്ലാത്ത മറ്റ് ഏരിയകളിൽ ഇത് വർക്കിംഗ് അവേഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ടാക്സബിൾ വാല്യൂ? എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ മൈനസ് ₹50 per meal and the amount recovered from the employee must be subtracted. Balance amount would be the taxable value of free food. Okay. ഇപ്പോൾ ടാക്സബിൾ വാല്യൂ എങ്ങനെ വരിക? എത്രയാണ് ഈ ഫ്രീ ഫുഡ് കൊടുക്കാൻ വേണ്ടി എംപ്ലോയർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസ് എത്രയാണ്, അതിൽ നിന്ന് ഒരു മീലിന് 50 രൂപ തോതിൽ, ഒരു മീലിന് 50 രൂപ തോതിൽ സബ്ട്രാക്ട് ചെയ്യാം. ബാലൻസ് ആണ് ടാക്സബിൾ. അപ്പോൾ ഈ 50 രൂപ സബ്ട്രാക്ട് ചെയ്യുന്നു. അതുകൂടാതെ എംപ്ലോയിയിൽ നിന്ന് വല്ലതും എംപ്ലോയർ ഈടാക്കുന്നുണ്ടെങ്കിലോ ആ എമൗണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്ത് ബാലൻസ് എമൗണ്ട് ആണ് ടാക്സബിൾ ആയി വരുന്നത്. ക്ലിയർ? അപ്പോൾ ഡിഡക്റ്റബിൾ എമൗണ്ട് എംപ്ലോയർക്ക് വന്നിട്ടുള്ള എക്സ്പെൻസിൽ നിന്ന് വന്ന എമൗണ്ട് മുഴുവനായിട്ടും ടാക്സബിൾ ആകുന്നില്ല. ആ ടാക്സബിൾ എമൗണ്ടിൽ നിന്ന് ഒരു ഫുഡിന്, ഒരു മീലിന് 50 രൂപ തോതിൽ സബ്ട്രാക്ട് ചെയ്ത് ബാലൻസ് ആണ് ടാക്സബിൾ ആകുക. അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ എംപ്ലോയർ വല്ലതും എംപ്ലോയിയിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കൂടെ, ഈ 50ക്ക് പുറമെ ആ എമൗണ്ട് കൂടെ സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ബാലൻസ് ആയി വരുന്നതാണ് ടാക്സബിൾ വാല്യൂ ഓഫ് ഫ്രീ ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 9ാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്ന പെർക്വിസിറ്റിന്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എന്താണ് ഈ ഗിഫ്റ്റിന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ? ടാക്സബിൾ വാല്യൂ ഓഫ് ഗിഫ്റ്റ് റെഫേഴ്സ് ടു the amount of gift received by the employee or by the member of his household. എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സും ഗിഫ്റ്റ് സ്വീകരിക്കുക, ആ ഗിഫ്റ്റിന്റെ വാല്യൂ ആണ് ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതെങ്ങനെയൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? വേർ ദി gifts are given to the employees on social and religious occasions like Diwali, Christmas, New Year, anniversary of the organization, etc. Gifts up to ₹5,000 in aggregate during the previous year is exempt. Balance would be the taxable value of gift. അപ്പോൾ ഗിഫ്റ്റ് എംപ്ലോയീസിന് നൽകുന്നത് സോഷ്യൽ അല്ലെങ്കിൽ റിലീജിയസ് ഒക്കേഷൻ ആയിട്ടുള്ള ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ, സ്ഥാപനത്തിൻ്റെ ആനിവേഴ്സറി തുടങ്ങിയ ഒക്കേഷനിലാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിൽ മൊത്തം 5000 രൂപയോളം വരെ ഉള്ള ഗിഫ്റ്റ് എക്സംപ്റ്റഡ് ആണ്. ഇപ്പോൾ എംപ്ലോയിക്ക് ഈ ഒരു സോഷ്യൽ അല്ലെങ്കിൽ റിലീജിയസ് ഒക്കേഷനുമായി ബന്ധപ്പെട്ട് 8000 റുപ്പീസിൻ്റെ ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് 5000 കഴിച്ച് ബാക്കി 3000 രൂപ ടാക്സബിൾ വാല്യൂ ആയിരിക്കും. ഗിഫ്റ്റിൻ്റെ ടാക്സബിൾ വാല്യൂ ഓഫ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് 3000 രൂപയാണ്. ഓക്കെ, ക്ലിയർ? ഇനി നോക്കൂ, ഗിഫ്റ്റ് മെയ്ഡ് ഇൻ ക്യാഷ് ഓർ കൺവേർട്ടിബിൾ ഇൻ ടു ക്യാഷ് ലൈക്ക് ഗിഫ്റ്റ് ചെക്ക് എക്സെട്ര ഷാൽ നോട്ട് ബി എക്സെപ്റ്റ്.
ഈ 5000 രൂപ വരെ എക്സംഷൻ കിട്ടണമെങ്കിലുണ്ടല്ലോ അവ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൺവേർട്ടിബിൾ ഇൻറ്റു ക്യാഷ് ഗിഫ്റ്റ് ചെക്ക് പോലെ ക്യാഷായി കൺവേർട്ട് ചെയ്യാവുന്ന രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ക്യാഷിന് ഇക്വാലൻ്റ് ആയിട്ടുള്ളതോ ആയ രൂപത്തിലാവരുത് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അങ്ങനെയാ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ 5000 രൂപയിൽ കുറവാണെങ്കിലും അത് ടാക്സബിൾ ആണ്. ക്ലിയർ ആയല്ലോ? വാല്യുവേഷൻ ഓഫ് ഗിഫ്റ്റുമായി ബന്ധപ്പെട്ട് ഇതാണ് ഓർത്തിരിക്കേണ്ടത്. 5000 രൂപ വരെ എക്സംഷൻ കിട്ടും ഗിഫ്റ്റിന് മീതെ. പക്ഷേ ക്യാഷായിട്ട് കൊടുത്ത ക്യാഷ് ഇക്വാലൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5000-ൽ കുറവാണെങ്കിലും അത് ടാക്സബിൾ ആണ്, എക്സംഷൻ ഒന്നും കിട്ടില്ല എന്നർത്ഥം. ക്ലിയർ? ഇനി നമുക്ക് ഇതിലുള്ള 1-2 ചില കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അതിൽ നേരത്തെ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിൽ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗം ഇതാ. ഫ്രീ ലഞ്ച് എന്ന് പറയുന്ന 60 രൂപ പെർ മീൽ വാസ് പ്രൊവൈഡഡ് ഫോർ 300 വർക്കിംഗ് ഡേയ്സ് എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ഫ്രീ ഫുഡിൻ്റെ ആ ഒരു പുതിയൊരു ഐറ്റം വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നോക്കുക. ബാക്കി വരുന്ന ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളത് പെർക്വിസിറ്റ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് ഓൾ എംപ്ലോയീസ് എന്ന ഭാഗത്ത് 11ഓളം പെർക്വിസിറ്റ് ആണ് വരുന്നത്. അപ്പം 9 വരെയുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 10, 11 2 പെർക്വിസിറ്റ് എന്താണ്, പെർക്വിസിറ്റിൻ്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.